ഞാൻ തമ്മിൽ പറഞ്ഞ മാതിരി തന്നെ നമ്മുടെ സാധാരണക്കാർക്ക് പറ്റിയ ഒരു ചെറിയ മേക്കപ്പ് ട്യൂട്ടോറിയൽ ആണ് കേട്ടോ. നമ്മൾ സാധാരണക്കാർക്കും ജീവിക്കണമല്ലോ ഈ നാട്ടിൽ. അപ്പോൾ നമുക്ക് വളരെ ലൈറ്റായിട്ട് ഇങ്ങനെയാണ് മേക്കപ്പ് ചെയ്യാമെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളിത് മുഴുവൻ കാണണമെന്ന് ഞാൻ പറയില്ല. കണ്ടിട്ട് പകുതിയാകുമ്പോൾ എന്തായാലും മിക്കവർക്കും ഇൻട്രസ്റ്റ് പോകും. പോയില്ലാന്നുണ്ടെങ്കിൽ മുഴുവൻ കാണാം. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഉപകാരമായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, നമുക്ക് സ്കിൻ കെയറിൽ നിന്ന് തുടങ്ങാം കേട്ടോ. സ്കിൻ കെയർ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതെന്തായാലും ഫസ്റ്റ് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മുടെ ഗുഡ് വൈബ്സിൻ്റെ ടോണർ ഇതാണ് ഞാൻ ആദ്യം യൂസ് ചെയ്യണം കേട്ടോ. മുക്കിപ്പോയി ഗൈസ്, കുഴപ്പമില്ല. യെസ്, ഇനി ഇതൊന്ന് അടിച്ച് പറ്റി സെറ്റ് ചെയ്യാം. ഇനി ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് സെറം അപ്ലൈ ചെയ്യാം. അടുത്തതാ എനിക്ക് ഫ്രീ ബി കിട്ടിയ ഈ ഡേം ഡോക്കിൻ്റെ ഒരു സെറം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. സെറം ഈ പണ്ട് നമ്മൾ ഈ അമ്മമാർ നമുക്ക് മരുന്ന് തരില്ലേ ചെറുപ്പത്തിലൊക്കെ, ഈ തുള്ളി മരുന്ന്, എനിക്കത് ഓർമ്മ വരും. ഈ സാധനം, ഈ സെറത്തിൻ്റെ കുപ്പികൾ കാണുമ്പോൾ ആ മരുന്ന് തന്ന് എൻ്റെ അമ്മ എന്നെ ഉറക്കിയിരുന്നതൊക്കെ എനിക്ക് ഓർമ്മ വരും ഗൈസ്. കഷ്ടമായിരുന്നു. പണ്ട് എനിക്ക് മരുന്നൊക്കെ കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, മടിയാണ് എനിക്ക് ബേസിക്കലി. ഇനി ഈ സാധനം നമുക്ക് ഉണക്കാനിടാം. അതൊന്ന് ഉണങ്ങി സെറ്റായിട്ടുണ്ട്. ഉണങ്ങി മീൻസ് ഒന്ന് അബ്സോർബ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ ഡെർമാക്കോ യെസ് അതിൻ്റെ 4% സെറാമൈഡ് ബാരിയർ റിപ്പയർ മോയ്സ്ചറൈസർ, ഈ ഒരു സാധനം കൂടി നമുക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ വളരെ കുറച്ചെടുക്കുന്നുള്ളൂ, കാരണം ഇത് ഭയങ്കര എക്സ്പെൻസീവാണ് ഗൈസ്. ഇത് തീർന്ന് ഞാൻ അടുത്ത കുപ്പി മേടിച്ച് തരാൻ പറഞ്ഞ എൻ്റെ ഭർത്താവ് എന്നെ ഒളിപ്പിക്കും. അതുകൊണ്ട് ഇത്തിരി യൂസ് ചെയ്യാം. അപ്പം ഇതും നല്ലോണം തേച്ചങ്ങോട്ട് പിടിപ്പിക്കുക. നമ്മൾ ഈ സ്കിൻ കെയർ ചെയ്യണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ സ്കിൻ കെയർ നമ്മളെ സ്കിന്നിൻ്റെ ഒരു ഇതിനാണല്ലോ നമ്മൾ ചെയ്യുന്നത്. മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ എന്തായാലും സ്കിൻ കെയർ നമ്മൾ ചെയ്യണം. സ്കിൻ കെയർ ചെയ്യാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ വാരി പൊത്തണ എല്ലാ സാധനങ്ങളും ഡയറക്റ്റ് നമ്മുടെ സ്കിന്നിൻ്റെ അകത്തോട്ട് പോകും. പിന്നെ സ്കിന്നൊക്കെ നമ്മൾ പെട്ടെന്നൊക്കെ ചുളിഞ്ഞും പിളിഞ്ഞൊക്കെ തുടങ്ങും. സോ സ്കിൻ കെയർ മസ്റ്റ്. ഇനി നമുക്ക് നമ്മുടെ പുട്ടിയിടൽ കർമ്മത്തിലേക്ക് കടക്കാം. യെസ്, അപ്പം നമുക്കിനി ഫസ്റ്റ് നമ്മളുടെ പുട്ടിയടിക്കുന്നതിന് മുന്നേ നമുക്കൊരു ബേസ് വേണമല്ലോ എന്തിനും. അപ്പം നമുക്ക് ബേസായിട്ട് നമുക്ക് ആദ്യം പ്രൈമർ ഇടാം. ഓക്കെ, അപ്പോൾ ദാ ലാക്മേ അബ്സല്യൂട്ടിൻ്റെ ഈ ഒരു പ്രൈമറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബ്ലർ പെർഫെക്റ്റ് മേക്കപ്പ് പ്രൈമർ അതന്നെ. അപ്പം ഈ ഒരു ഐറ്റം നമുക്ക് കുറച്ച് അങ്ങോട്ട് പൂശാം. ഇത് കഴിഞ്ഞു ഗൈസ്. ഇത് വളരെ കുറച്ചേ വരുള്ളൂ. കണ്ടാ, നമ്മൾ ഞാൻ ഞേക്കി തുറപ്പിച്ചെടുക്കണം ഇതിന്. ബെഡകുട്ട ഒരു റോസ് കളർ ടെക്സ്ചറാണ് കേട്ടോ അതിന്. അപ്പം നമ്മൾ ഇപ്പം നമ്മളിപ്പോൾ ഒരു വീട് പണിയാണെങ്കിലും നമ്മൾ ആദ്യം തറക്കല്ലിട്ടിട്ടാണല്ലോ വീട് പണിയാണ്. അതുപോലത്തെ തന്നെ ഇതും നമ്മൾ ആദ്യം ബേസ് ഇട്ടിട്ടേ നമ്മൾ ബൈക്ക് പണിയാൻ പറ്റുള്ളൂ. ചിലർ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൈമർ ഇട്ടിട്ട് ചെയ്യണതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കഥ പ്രൈമർ ഇട്ടുമ്പോൾ തന്നെ നമുക്കൊരു ഗ്ലോ കിട്ടും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പ്രൈമർ മാത്രം യൂസ് ചെയ്ത് കണ്ണെഴുതി പൊട്ട് തൊട്ട് ഞാൻ പോകാറുണ്ട് പലയിടത്തും. ഇനി നമുക്ക് അടുത്ത സാധനം ഞാൻ കാണിച്ചു തരാം. ഇതാണെന്ന് വിചാരിച്ച് വന്ന എൻ്റെ ചെറിയ ഫൗണ്ടേഷൻ, ക്രീം ഫൗണ്ടേഷൻ. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ എൻ്റെ ഡ്രൈ സ്കിന്നാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്യണത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റോസ് ഫെയർ ആണ് എൻ്റെ ഷെയ്ഡ് വരുന്നത്. നല്ല ക്രീം ഫൗണ്ടേഷനാണ്. മൂടിയിലുണ്ട്, നമ്മൾ വേസ്റ്റ് ചെയ്യണ്ട. മൂടി മതി നമുക്കിടാം. ഞാൻ വളരെ മെസ്സിയാണ് കേട്ടോ. ഞാൻ ഈ ഇതൊക്കെ വാരി വലിച്ചൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ ഇടും. മൂടിലുള്ളത് നമ്മൾ വേസ്റ്റ് ചെയ്യരുത്. വെരി പ്രഷ്യസ്. ലാക്മേയുടെ ഫൗണ്ടേഷൻ, നൈസ് ഫൗണ്ടേഷനാണ്. ഇനി ഇത് നമുക്കൊന്ന് ബാക്കി എല്ലായിടത്തും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിന്നൊക്കെ എടുത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വാരി പൂശാം. എനിക്ക് മേക്കപ്പ് ബ്രഷൊക്കെ യൂസ് ചെയ്യാൻ ഇഷ്ടമാണ് ഞാൻ. പക്ഷേ നോർമലി മേക്കപ്പ് ബ്രഷ് യൂസ് അധികം ചെയ്യാറില്ല. എല്ലായിടത്തേക്കും ധൃതി പിടിച്ച് പോകുമ്പോൾ ബ്രഷും സാധനങ്ങളൊക്കെ എടുത്ത് പണിയാൻ എനിക്ക് മടിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, ഞാൻ കൈ കൊണ്ട് തേച്ച് പിടിപ്പിക്കും ഈ സാധനങ്ങൾ. കമോൺ, യെസ്. കഴുത്തിലിടാൻ മറക്കരുത്, അല്ലെങ്കിൽ മുഖം വെളുത്തും കഴുത്ത് കറുത്തുമിരിക്കും. അപ്പം എല്ലാവർക്കും മനസ്സിലാവും നമ്മൾ 1 കിലോ പുട്ടി മുഖത്തിട്ടിട്ടുണ്ടെന്ന്.
യാ പിടിച്ച അമ്മടുത്ത് പിടിച്ചു പിരിക്കാൻ ത്രെഡ് ചെയ്തിട്ട് നാൾ കുറേയായി. എപ്പോഴും വിചാരിക്കും പിരിക്കാൻ ത്രെഡ് ചെയ്യാൻ പോകണം, പക്ഷെ നടക്കാറില്ല ഗൈസ്. ഓക്കെ, ഇനി അടുത്ത സാധനം ഞാൻ കാണിച്ചു തരാം. കൺസീലർ കറക്റ്റർ പ്ലസ് കോണ്ടോറിങ്. കോണ്ടോറിങ് എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി നട്ടിരിക്കുന്ന മുഖമാണ് എൻ്റെ, അതുകൊണ്ട് എനിക്ക് കോണ്ടോറിങ്ങിൻ്റെ ആവശ്യം വരാറില്ല. പക്ഷെ കൺസീലർ എനിക്ക് വേണം. കറക്റ്റർ ഞാൻ ഇടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. ഇതും ഞാൻ കൈകൊണ്ട് ഇടുള്ളൂ ഗൈസ്, കൈകൊണ്ട്. സോറി, എൻ്റെ ഷെയ്ഡ് മാറിപ്പോയി. ഇപ്പത്തെ ഇതങ്ങോട്ട് പൂശ നമ്മൾ കണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ തേക്കാം. ഞാൻ വേറൊരു കൺസീലറാണ് യൂസ് ചെയ്തിരുന്നത് ഗൈസ്, ഇപ്പോൾ ഇതാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൺസീലർ ഉപയോഗിക്കുന്നതിൻ്റെ ഉദ്ദേശം കണ്ണിൻ്റെ ഈ കറുത്ത തിടങ്ങൾ മുഴുവൻ നമുക്കൊന്ന് വെളുപ്പിക്കാം. ഒരു സെറ്റ് നമുക്ക് കിട്ടും. പിന്നെ ഇവിടെയും നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഇവിടെ ഇങ്ങനെ ഈ പോർഷൻസിൽ ഇപ്പം എന്ത് തോന്നുന്നു? ഒരു ചെറിയ മാറ്റമൊക്കെ ഇല്ലേ? അടുത്തതെന്നാണ് കാണിച്ചത്. എൻവൈബയുടെ പ്രോ സ്ട്രോപ്പ് ക്രീം. അതൊരു പിങ്ക് ടിൻ്റുള്ള സാധനമാണ് കേട്ടോ. ഇത് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ഇടേണ്ടത്. ഒരു തരി എടുക്കാം. ഞാൻ ബേസിക്കലി ഒരു ഇത്തിരി പിശിക്കാണ് കേട്ടോ, ഞാൻ എല്ലാം ഇത്തിരി പിശിക്കി എടുക്കാറുള്ളൂ. നമ്മൾ ഇന്ന് ചിരിക്കാം, എന്നിട്ടത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കേട്ടാ, എന്നിട്ട് നമ്മളിത് നൈസായിട്ടൊന്ന് ഇങ്ങനെ സെറ്റ് ചെയ്യാം. പായങ്ങൾ മൂക്കിൻ്റെ ഒക്കെ ഉള്ളിൽ കയറി പോകുന്നുണ്ട് ഗൈസ്. ഇത്രയ്ക്കൊന്നും പോകാൻ പാടില്ല. പരമാവധി ഇവിടെ തന്നെ ബ്ലെൻഡ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പം ശരിയെന്ന് വിചാരിക്കും. യെസ്, ഓൾമോസ്റ്റ് ഡൺ. അടുത്ത സാധനം ഞാൻ പറഞ്ഞുതരാം. അടുത്തത് എന്താ പോയി? ലിപ്പ് ആൻഡ് ചിൽ ടിൻറ്റ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ പൗഡർ ബ്ലഷിന് പകരം ഞാൻ ഉപയോഗിക്കുന്ന ഒരു തരം പ്രോഡക്റ്റാണ് ഈ കുന്ത്രണ്ടം. ഇത് നല്ലതാണ്, കണ്ണിൻ്റെ മുകളിലിടണ്ട, കാരണം അവിടെ ഐഷോഡ് ഇടണം. നമ്മൾ സാധാരണ ഇപ്പം ഞാൻ വേറെ എവിടെയെങ്കിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഐഷോഡ് ഇടാൻ ഒരു മടി തോന്നുമ്പോൾ ഇതന്നെ അങ്ങോട്ട് എടുത്ത് എല്ലായിടത്തും അങ്ങോട്ട് പരട്ടി സെറ്റ് എന്നിട്ട് പോവും. അപ്പം നമുക്ക് സുഖമാണ്. കമോൺ, മിക്കി മൗസിൻ്റെ പോലെയല്ലേ ഇപ്പം. ഓക്കെ, ഡൺ. ലാക്മേയുടെ ഈ ഒരു കോമ്പാക്റ്റ് പൗഡറാണ് കേട്ടോ. ഇതിട്ടിട്ട് നമുക്കിതൊന്ന് മുഴുവനും ഇട്ട പുട്ടിയൊക്കെ ഒന്ന് ഉറപ്പിക്കണമല്ലോ. നമുക്ക് ഒക്കെ ഒന്ന് ഉറപ്പിച്ച് കൊടുക്കാം. എന്ത് നമ്മളിപ്പോൾ എഴുതാലും നമ്മളതൊന്ന് ഉറപ്പിക്കില്ലേ? അപ്പം അതുപോലെ അതാണ് ഇത്. നമ്മളൊന്നങ്ങളെ സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ നോക്കിയിട്ടാണ് ഇടുന്നത്. കഴുത്തിലിട്ട് കൊടുത്തോളൂ. ഞാൻ പലപ്പോഴും മറക്കണ കാര്യമാണ് കഴുത്തിലിട്ട് കൊടുക്കുന്നത്. കാരണം കഴുത്തിലിട്ടില്ല എന്നുണ്ടെങ്കിൽ കഴുത്ത് വേറെയും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴുത്ത് വേറെയും ഫേസ് വേറെ ആയിട്ടിരിക്കും. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാണ്ടാവും ഞാൻ കഴുത്തിലിടാത്ത കാരണം. ഇങ്ങനെയാണ് ഗൈസ് പലപ്പോഴും എനിക്ക് പറ്റാറ്. ഞാൻ എന്തെങ്കിലും പരിപാടിക്കൊക്കെ പോകുമ്പോൾ കഴുത്തിലിടാൻ മറക്കും. അപ്പം എല്ലാവർക്കും മനസ്സിലാവും, 1 കിലോ പൊട്ടിയിട്ടിട്ടാണല്ലേ നീ വന്നേക്കണേന്ന് എന്നോട് ഡയറക്റ്റ് ചോദിക്കും. അപ്പം ഞാൻ ചെമ്മിപ്പോവും ഗൈസ്. അപ്പം നമ്മുടെ സാധനമൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്തതാണ് ഞാൻ കാണിച്ചത്. ഇനി നമുക്ക് നമ്മുടെ സുന്ദരമായ കണ്ണുകൾ സെറ്റ് ചെയ്യാം. അതിൽ ഏത് കളർ വേണം? ഇതിലിപ്പോൾ ഞാൻ ഡ്രസ്സിന് മാച്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ മേഡം, ഇപ്പം നമുക്ക് പ്രാവശ്യം ഒരു വെറൈറ്റി പിടിക്കാം.
ഒരു ഓറഞ്ച് ഇട്ടാലോ? വേണ്ടല്ലേ? എന്നാൽ നമുക്ക് ഇപ്രാവശ്യം ഒരു പച്ച. നോ നോ നോ, ഈ 2 കളർ അങ്ങോട്ട് ചെയ്യാം. എങ്ങനെയാണെന്നറിയാലോ. പതുക്കെ മേക്കപ്പ്. ഈ കണ്ണിൻ്റെ മേളിൽ ഈ ഐഷാഡ് ഇടുന്ന പരിപാടി ഇത്തിരി ടാസ്ക്കാണ്. കാരണം എന്നെ സംബന്ധിച്ച് ഇത്തിരി ടാസ്ക് ആയിട്ടുള്ള പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഗൈസ്. ഇറ്റ്സ് ടഫ്. കാരണം ഞാനിപ്പോൾ ഐഷാഡ് ഇട്ടാലും അത് കറക്റ്റായിട്ട് അങ്ങനെ വരാറില്ല. ലാസ്റ്റ് ഞാൻ ബ്രഷൊന്നും വെച്ചാൽ എനിക്ക് സെറ്റാവില്ല. എന്നാലും പിന്നെ വീഡിയോയിൽ ഇത്തിരി ആഡംബരമായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ബ്രഷ് കൊണ്ട് ചെയ്യണത്. ഞാൻ കൈ കൊണ്ട് തേക്കാറാണ് പതിവ്. നിങ്ങളും കൈ കൊണ്ട് തേക്കാൻ അതാണ് കൺവീനിയൻ്റ് ആയിട്ട് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. കടാ കളായി ഞാനപ്പോൾ ഇത് തേച്ചത് സ്പ്രെഡ് ചെയ്ത് സെറ്റ് ചെയ്യും. ഡൺ. ഇനി നമുക്ക് ഇതാ കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡ് എടുക്കാം. അതെടുത്ത് ഇത് കണ്ടിട്ട് ദീ പോഷനിലായിട്ട് അങ്ങോട്ട് നമുക്ക് കിട്ടാം. അയ്യോ ഇതാര് വേറെ എന്തൊക്കെയായി ഗൈസ്. കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അവസാനം കണ്ണെഴുതി വരുമ്പോൾ സെറ്റാവും. ആരും പേടിക്കണ്ട കേട്ടോ. ചിലവരുടെ സെലോ ടേപ്പ് കൊട്ടിച്ചിട്ട് ഐഷാഡ് ഇടുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ സെലോ ടേപ്പൊക്കെ വെച്ചിട്ട് നമ്മളിത് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വണ്ടർഫുൾ എന്ന് ഞാൻ പറയും. അപ്പോൾ ഇതുപോലെ ഭൂതാവില്ല. ഇനി നമുക്ക് കുറച്ച് ഗ്ലിറ്റർ ആഡ് ചെയ്യാം. ഗ്ലിറ്റർ അല്ല ഗ്ലിറ്റർ. ഓ ഗ്ലിറ്റർ ഇത്തിരി കൂടി പോയി ഗൈസ്. ഗ്ലിറ്റർ ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ ഭയങ്കര സൈലൻ്റായിട്ടാണ് മേക്കപ്പ് ചെയ്യാറ്. അതാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഞാനിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ സൈലൻ്റായിട്ടിരിക്കുന്നത്. മനസ്സിലായോ? ഇപ്പം ഗ്ലിറ്ററൊക്കെ നമുക്ക് തൂത്ത് കളഞ്ഞ് കണ്ണിൻ്റെ അടിയിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ണ്. ഇതേ ഈ സാധനം ഐഷാഡോ. കണ്ണെഴുതി ഗൈസ്. ഞാൻ എപ്പോഴും കണ്ണെഴുതുമ്പോൾ ഒരു കണ്ണ് വലുതും ഒരു കണ്ണ് ചെറുതും അങ്ങനെയാണ് ആവാറ്. പക്ഷെ ഇന്നെന്തോ ഭാഗ്യത്തിന് 2 കണ്ണും ഒരുപോലെ ഉണ്ട്. ഇനി നമുക്കിതാ ഹൈപ്പർ കേളിൻ്റെ പോയിട്ടില്ല. ഹൈപ്പർ കേളിൻ്റെ ഈ ഒരു മസ്കാര അപ്ലൈ ചെയ്യാം. മസ്കാര ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ഒരു പരിപാടിയാണ് മസ്കാര. ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ സാധാരണയായിട്ടൊന്നും സംസാരിക്കാറില്ല. അതാണ് കേട്ടോ കുറച്ച് നേരം മ്യൂട്ടായി പോയത്. അപ്പോഴത്തേക്ക് നമ്മുടെ കണ്ണുകളൊക്കെ നന്നായി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം. ലിപ്സ്റ്റിക്ക് എന്ന് പറയുമ്പോൾ ഡാസ്ലറിൻ്റെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് കൊണ്ടിരിക്കുന്നൊരു ഷെയ്ഡാണ് ഡാസ്ലർ. ഇതിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്ക് നമുക്കിടാം. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഷെയ്ഡാണ് കേട്ടോ. ഒരുമാതിരി മരുന്നിൻ്റെ ടൈമാണ്. അതാണ് സഹിക്കാൻ പറ്റത്. ആക്കിയൊക്കെ കുഴപ്പമില്ല. ലിപ്സ്റ്റിക്ക് ഇടാൻ ഞാൻ അന്നൊന്ന് ഷോക ഗൈസ്. കൈ കൊണ്ട് തന്നെ ഇടണം. ശരിയാവില്ല. അയ്യോ ഞാൻ തുടച്ചിട്ടൊന്ന് ശരിക്കും ഇട്ടിട്ട് വരാം. ബൈ. ലിപ് ലൈനർ ഇടാണ്ട് ലിപ്സ്റ്റിക്ക് ഇട്ടാലാണ് കേട്ടോ അതിങ്ങനെ അക്രമമായി പോയത്. ഇപ്പം നല്ല രസമല്ലേ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട്? ഇതിന് സ്യൂട്ടാവുന്നില്ല എന്ന് തോന്നുന്നു നിങ്ങൾക്ക്? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ലിപ്സ്റ്റിക്ക് മാറ്റണോ? വേറെ ഷെയ്ഡ് പിടിക്കണോ? അല്ല കുഴപ്പമില്ല, സാരില്ല. ഇത് കിടക്കട്ടെ, ഒരു വെറൈറ്റി ആയിക്കോട്ടെ. സ്ട്രോക്ക് ക്രീം ഓൾറെഡി ഞാൻ അപ്ലൈ ചെയ്തതാണ്. പക്ഷേ എനിക്ക് ലാക്മേയുടെ ഈ ഫേസ് ഷീർ ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ്. ഇത് നല്ല രസമാണ്. ഒന്ന് ചിരിക്കുക. തുമ്മാ വരുന്നേ. ഓക്കെ, നമ്മുടെ മേക്കപ്പ് ഇത്രേ ഉള്ളൂ. ഇനിയൊരു സെറ്റിംഗ് സ്പ്രേ അടിച്ച് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. അപ്പം ഞാൻ ദേ ഇവിടെ മേക്കപ്പ് ഫിക്സറാണ് എടുത്തേക്കുന്നത്. ഇതെടുത്തൊന്ന് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. കുറേ നേരം ലാസ്റ്റ് ചെയ്യണമല്ലോ.
പെട്ടെന്നൊന്നും പോകാൻ പാടില്ലല്ലോ മേക്കപ്പ്. അതുകൊണ്ടാണ് ഈ സാധനം. ഓക്കെ, നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് തിരിച്ച് പെട്ടെന്ന് വരുന്ന പരിപാടി എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇപ്പം നിങ്ങൾ കുറേ നേരം ഇപ്പോൾ രാവിലെ പോയിട്ട് ഇപ്പോൾ ഒരു കല്യാണത്തിൽ പോയി വൈകുന്നേരം വരാനുള്ള സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇതിടുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം അല്ലെങ്കിൽ രാത്രി ആകുമ്പോഴേക്കും നമ്മുടെ ഒറിജിനൽ കോലം പുറത്തോട്ട് വരും. ഓക്കെ, ഇപ്പം എന്നെ കാണുമ്പോൾ ഒരു യക്ഷി ലുക്കൊക്കെ ഇല്ലേ, ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറി സെറ്റായിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഒരു പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്, ഒരു കമ്മലും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഞാനിപ്പോൾ ചെയ്യുന്നുള്ളൂ. കാരണം മുടിയൊന്നും കെട്ടാൻ സമയമില്ല ഗൈസ്. കാരണം എൻ്റെ മൂഡ് കരഞ്ഞു തുടങ്ങി, അലമ്പായി തുടങ്ങി. അപ്പോൾ മേക്കപ്പ് വീഡിയോ ആണല്ലോ, ഹെയറിൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അറഞ്ചും പുറിഞ്ചും മുടിയൊക്കെ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, എന്നെ കണ്ടിട്ട് പ്രായത്തിൻ്റെ പോലെ തോന്നുന്നവരും കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടവരും കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവരും കമൻറ്റ് ചെയ്യുക. ആർക്ക് വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഈ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇനി എന്തെങ്കിലും ലുക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, ഞാനപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയും നേരം ക്ഷമയോടുകൂടി എൻ്റെ വീഡിയോ, എൻ്റെ ഈ പ്രഹസനങ്ങൾ മുഴുവനും കണ്ടിരുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ വളരെയധികം നന്ദി പറയുന്നു. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.